നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഷൈൻ ചാക്കോ ഒരു സ്പൈഡർമാൻ ആയോ? ഷൈൻ ചാക്കോ മൂന്നാം നിലയിൽ നിന്ന് ചാടിയെന്ന് പറയുന്നത് വെറും വെടി, മുണ്ടയില്ലാത്ത വെടി എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. പച്ചക്കള്ളം അത്. മൂന്നാം നിലയിൽ നിന്ന് ചാടി രണ്ടാം നിലയിൽ മുകളിലൊരു ഷീറ്റായിരുന്നു അവിടെ, അതിന് മുകളിൽ വീണ് അത് പൊട്ടി താഴെ സ്വിമ്മിംഗ് പൂൾ വീണു. അപ്പോൾ ചുരുങ്ങിയത് ഒരു 25 അടി താഴെ എത്തിക്കാണും. ഇത്രയും താഴെ വീണ ആളുടെ തലയിൽ നിന്ന് തൊപ്പി തെറിച്ച് പോവുകയില്ല എന്നുള്ളത് അസംഭവ്യമാണ്. തൊപ്പി വെള്ളത്തിൽ വീണാൽ തീർച്ചയായിട്ടും താഴോട്ട് ഇത്രയും ഇമ്പാക്റ്റോട് കൂടി താഴോട്ട് വീഴുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ തൊപ്പി തലയിൽ നിന്ന് പോകും. അപ്പോൾ ഈ തൊപ്പിയും വെച്ച് ഷൈൻ ചാക്കോ ഓടിപ്പോകുന്നതിന് CCTV ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടു. താഴത്തെ ഗ്രൗണ്ടിലുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പിന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി വരേണ്ട ആവശ്യം എന്തായിരിക്കുന്നു? അവിടുന്ന് ഗ്രൗണ്ട് വഴി നിലത്തോടെ ഓടിയല്ലേ വരത്തുള്ളൂ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഷൈൻ ചാക്കോ ഓടി വരുന്നത് കാണിക്കുന്ന ഒരു സ്റ്റെയർ കേസ് ഇറങ്ങിയാണ്. അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് അപ്പം മിക്കവാറും ഷൈൻ ചാക്കോ ഇറങ്ങി വന്നത് ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് വഴിയായിരിക്കും. അല്ല താഴെ ചാടി എന്നൊക്കെ ഉള്ളത് പോലീസിൻ്റെ കഥയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ ഇന്ന് വരെ മയക്കുമരുന്ന് കഴിച്ച് മരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല. മയക്കുമരുന്ന് പറയുന്നത് ഇത് പുതിയതായിട്ടുള്ളൊരു സംഭവമല്ല. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം അതിന് വളരെ ഫേമസ് ആയിരുന്നു. ഷവർമ കഴിച്ച് മരിച്ചെന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ഷവർമ നിരോധിച്ചിട്ടുണ്ടോ? മയക്കുമരുന്ന് കഴിച്ച് മരിക്കാത്ത സ്ഥിതിക്ക് ഈ പുകയിലയും മദ്യവും അനുവദിക്കുന്ന പോലെ സർക്കാരിൻ്റെ അങ്ങ് അനുവദിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മുടെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഓപ്പിയവും കഞ്ചാവും ഒക്കെ കൃഷി അനുവദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലേ ഇല്ലാത്തതുള്ളൂ. അപ്പോൾ ഈ മയക്കുമരുന്ന് അതുപോലെ ടാക്സിബിൾ ഒരു പ്രൊഡക്റ്റായിട്ട് കണക്കാക്കി എല്ലാവർക്കും കൊടുത്താൽ മതി. പിന്നെ മദ്യം മനുഷ്യർ കൂടുതലും കഴിക്കുന്നത് ഒരു ക്ഷീണം തീർക്കാനായിട്ട്. പകൽ മുഴുവൻ അധ്വാനിച്ച് വന്നിട്ട് വീട്ടിൽ വരുമ്പോൾ മദ്യമൊക്കെ കഴിച്ച് അത് ഒരു അധ്വാനിക്കുന്നവർക്കുള്ള ഒരു റിലാക്സേഷനാണ്. അതുപോലെ തന്നെയാണ് മയക്കുമരുന്നും. പിന്നെ ലൈംഗിക ലഭ്യത എവിടെ കൂടുന്നു അവിടെയൊക്കെ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങളും കൂടും. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സെക്സ് അവൈലബിൾ ആയിട്ടുള്ള സിനിമാ മേഖലകളിലും സീരിയൽ മേഖലകളിലുമാണ്. അപ്പോൾ അവിടെ അത് കൂടുതൽ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഷൈൻ ചാക്കോനെ തന്നെ 10 കൊല്ലം മുമ്പ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചപ്പോൾ 4 പെണ്ണുങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും തുണി കൊടുക്കാതെ കിടന്ന് അവിടെ കൂത്താടുകയായിരുന്നു. അതായത് മതാലസകളുള്ളിടത്ത് മാദക ലഹരിക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന് ആര് വിചാരിച്ചാലും നിർത്താൻ പറ്റത്തില്ല. മയക്കുമരുന്നും സെക്സ് എന്ന് പറയുന്നതും പരസ്പര പൂരകങ്ങളാണ്. ഒന്നോട് കോംപ്ലിമെൻ്ററി ആയിരിക്കും, സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്, ഇനി ഉണ്ടാകുകയും ചെയ്യും. ആര് വിചാരിച്ചാലും നിർത്താൻ പറ്റത്തില്ല. ഇത് നമ്മളൊരു ഒഫൻസ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് കുറ്റകരമാണെന്ന് നമ്മൾ വിധിക്കുന്നത്. ഇത് കുറ്റകരമല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാലാകാലങ്ങളിലായിട്ട് സിനിമകളിൽ കാണിച്ചിട്ട് ആരെങ്കിലും അതിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? റെഗുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് നിരോധിക്കപ്പെട്ടതാണെന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളിടത്ത് പുകവലിക്കുന്ന മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ മയക്കുമരുന്ന് കഴിച്ച് കാണിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു തടസ്സവും ആർക്കും ഇന്ന് വരെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വേഷം കെട്ടെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഇത് അനുവദിക്കണമെന്നുള്ളതാണ്. എല്ലാവർക്കും ആവശ്യമുള്ളവർ ഉപയോഗിക്കട്ടെ. ഇപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നില്ല വെച്ചാൽ അവിടെയെല്ലാം ഈ പറഞ്ഞ സെക്സിൻ്റെ അവൈലബിലിറ്റി കൂടി. പണ്ടൊക്കെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ലേ. ഇന്നിപ്പം കോസ്മോപൊളിറ്റൻ സിറ്റിയിലുള്ള വിദ്യാർത്ഥികളിൽ 100% ഇതൊക്കെ ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അതൊരു 25% ആയിരിക്കും സിറ്റികളിൽ. അപ്പോൾ ഇത് വലിയ ഒരു ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ പറയുന്ന എല്ലാ ലഹരികളും. അപ്പോൾ അത് ഇതിന് മാത്രം പ്രത്യേകിച്ച് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നതിൽ കാര്യമില്ല. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കും.